നമസ്കാരം. നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം. ദേശാഭിമാനി 2025 ഏപ്രിൽ 3 വ്യാഴം. ഹിന്ദുത്വ കോർപ്പറേറ്റ് സഖ്യം ഭീഷണി, വിശാല ഐക്യം വേണം. നവഫാസിസത്തെ ചെറുക്കാൻ തുടർച്ചയായ പോരാട്ടം. കാരാട്ട്. എല്ലാ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുമായും കൈകോർക്കാൻ CPIM പ്രതിബദ്ധതയോടെ നിലകൊള്ളും. മോദി സർക്കാരിന്റെ നവഫാസിസ്റ്റ് പ്രവണതകളെ ചെറുക്കാൻ ഇടതുപക്ഷ ഐക്യവും രാഷ്ട്രീയ ഇടപെടലും വിപുലീകരിക്കേണ്ട സന്ദർഭം. ഹിന്ദുത്വ വർഗീയതയ്ക്കെതിരെ ശക്തമായ പ്രചാരണം നടത്തണം. BJPക്കും RSSനും എതിരായ പോരാട്ടം വിജയിപ്പിക്കാൻ വിശാല ഐക്യം കെട്ടിപ്പടുക്കാൻ എല്ലാ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുമായി കൈകോർക്കാൻ CPIM പ്രതിബദ്ധതയോടെ നിലകൊള്ളുമെന്ന് പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗവും കോർഡിനേറ്ററുമായ പ്രകാശ് കാരാട്ട് പറഞ്ഞു. 24-ാം പാർട്ടി കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷ ഐക്യവും രാഷ്ട്രീയ ഇടപെടലും വിപുലീകരിക്കേണ്ട സന്ദർഭമാണിത്. മതനിരപേക്ഷ ജനാധിപത്യ പുരോഗമന പാതയിൽ നീങ്ങുന്ന പുതിയ ഇന്ത്യ സൃഷ്ടിക്കാൻ ഒന്നിച്ചു നിൽക്കണമെന്നും പ്രകാശ് കാരാട്ട് ആഹ്വാനം ചെയ്തു. നവ ഉദാര നയങ്ങളെയും ഹിന്ദുത്വ നവഫാസിസത്തെയും സാമ്രാജ്യത്വ കടന്നാക്രമണങ്ങളെയും ചെറുക്കാൻ തുടർച്ചയായ പോരാട്ടം നടത്തുന്നത് ഇടതുപക്ഷമാണ്. വർദ്ധിത വീര്യത്തോടെ മധുര തമുക്കം മൈതാനിയിലെ സീതാറാം യെച്ചൂരി നഗർ ബുദ്ധദേവ് ഭട്ടാചാര്യ കവാടത്തിൽ CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പുഷ്പാർച്ചന നടത്തുന്നു. ലോക്സഭയിൽ കടുത്ത എതിർപ്പുമായി പ്രതിപക്ഷം. വഖഫ് ഭേദഗതി ബിൽ ലോക്സഭ കടന്നു. മിണ്ടാതെ രാഹുലും പ്രിയങ്കയും. JDU, LJP, TDP ബില്ലിനെ പിന്തുണച്ചു. ബിൽ ഇന്ന് രാജ്യസഭയിൽ. കേരള നിയമസഭയെ അവഹേളിച്ച് സുരേഷ് ഗോപി. ജനങ്ങളെ ഭിന്നിപ്പിക്കരുത് K രാധാകൃഷ്ണൻ. വഖഫിന് വെടിക്കെട്ട്. മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്തുന്നതിനെ ഒറ്റക്കെട്ടായി എതിർക്കണം. മറ്റു സമുദായങ്ങളോട് കേന്ദ്ര സർക്കാർ ഇതേ നിലപാട് സ്വീകരിക്കുമോ? വഖഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിക്കുന്നവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒടുവിൽ ആരും ഉണ്ടാകില്ല. വഖഫ് ഭേദഗതി ബില്ലിനെ എതിർത്ത് CPIM ലോക്സഭാ കക്ഷി നേതാവ് K രാധാകൃഷ്ണൻ ചർച്ചയിൽ പങ്കെടുക്കുന്നു. കേരള നിയമസഭയെ അവഹേളിച്ച് സുരേഷ് ഗോപി. വഖഫ് ബില്ലിനെതിരെ ഏകകണ്ഠമായ പ്രമേയം പാസാക്കിയ കേരള നിയമസഭയെ അവഹേളിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേരള നിയമസഭയിൽ വഖഫ് ബില്ലിനെതിരെ ഇക്കൂട്ടർ അനാവശ്യമായി പ്രമേയം കൊണ്ടുവന്നു. ബിൽ പാർലമെന്റ് പാസാക്കുന്നതോടെ ആ പ്രമേയത്തിന്റെ സ്ഥാനം അറബിക്കടലിൽ ആയിരിക്കും. പാർലമെന്ററി മര്യാദകളെ കാറ്റിൽ പറത്തി സഭാംഗങ്ങളുടെ നേർക്ക് കൈ ചൂണ്ടി സുരേഷ് ഗോപി പറഞ്ഞു. വഖഫ് ഭേദഗതി ബില്ലിന് പിന്നാലെ കേന്ദ്ര സർക്കാരിന്റെ ന്യൂനപക്ഷ വിരുദ്ധത തുറന്നുകാട്ടിയ CPIM ലോക്സഭാ നേതാവ് K രാധാകൃഷ്ണന്റെ പ്രസംഗമാണ് സുരേഷ് ഗോപിയെ ചൊടിപ്പിച്ചത്. പ്രസംഗത്തിൽ തന്റെ പേര് അനാവശ്യമായി പരാമർശിച്ചെന്ന് ആരോപിച്ച സുരേഷ് ഗോപി രോഷാകുലനായി. അംഗങ്ങളോടുള്ള പരസ്പര ബഹുമാനം പോലും മറന്ന രാധാകൃഷ്ണനെതിരെ കൈ ചൂണ്ടിയായിരുന്നു ആക്രോശം. നിയമസഭ പാസാക്കിയ പ്രമേയത്തെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിക്കുന്നത് പാർലമെന്ററി മര്യാദയല്ലെന്നും MP യോജിക്കുന്ന പെരുമാറ്റമല്ലെന്നും സുരേഷ് ഗോപിയുടെ നിന്നും വിമർശനം ശക്തമായി. രാജീവ് ചന്ദ്രശേഖർ പണി തുടങ്ങി. സുരേന്ദ്രന്റെ വിശ്വസ്തർ പുറത്ത്. റീ എഡിറ്റിംഗ് BJP. സോഷ്യൽ മീഡിയ ചുമതലക്കാരനെ മാറ്റി. ഉപഭാരവാഹികളെ നിയമിക്കാത്തതിൽ ഗ്രൂപ്പുകൾക്ക് അമർഷം. അന്വേഷണം സിനിമാ മേഖലയിലേക്കും. 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി യുവതിയടക്കം പിടിയിൽ. ആശാ യൂണിയനുകളുമായി ഇന്ന് ചർച്ച. ആശമാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളുമായി വ്യാഴാഴ്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് ചർച്ച നടത്തും. പകൽ 3 സെക്രട്ടേറിയറ്റ് അനക്സിലെ
നവകൈരളി ഹാളിലാണ് യോഗം. ആശാ മേഖലയിലെ സംഘടനകളെ കൂടാതെ കേന്ദ്ര ട്രേഡ് യൂണിയൻ ഭാരവാഹികളെയും വിളിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ പദ്ധതിയായ ആശയിൽ ജോലി ചെയ്യുന്നവരെ തൊഴിലാളികളെ അംഗീകരിക്കണമെന്നതാണ് കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ ആവശ്യം. മെയ് 20 അഖിലേന്ത്യാ തലത്തിൽ നടത്തുന്ന പണിമുടക്കിലെയും പ്രധാന ആവശ്യങ്ങളിലൊന്നാണിത്. ഇതേ നിലപാടാണ് LDF സർക്കാരും. ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിലുള്ള ആശമാർക്ക് 7,000 രൂപയാണ് സംസ്ഥാന സർക്കാർ ഓണറേറിയമായി നൽകുന്നത്. 3,000 രൂപ ഇൻസെന്റീവ് മാത്രമാണ് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചത്. ഇതിൽ 1,200 രൂപ സംസ്ഥാന വിഹിതമാണ്. ഇതടക്കം കേരളം 8,200 രൂപ നൽകുന്നു. കേന്ദ്രം നൽകുന്ന 1,800 രൂപ മാത്രം. കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചാൽ അതിന്റെ വിഹിതം സംസ്ഥാനവും വർദ്ധിപ്പിക്കുമെന്ന് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയതാണ്. കഴിഞ്ഞ ദിവസം മന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ സന്ദർശിച്ച് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. ഇടതുപക്ഷം കരുത്താർജിക്കണം. സ്വാഗതം സുസ്വാഗതം. ഇടതുപക്ഷം കരുത്താർജിക്കണം. രാജ്യം തകർച്ചയിൽ. D. രാജ. ആവേശ കൊടിമുടിയിൽ. CPM പാർട്ടി കോൺഗ്രസ് തുടക്കം കുറിച്ച് തമുക്കം മൈതാനിയിലെ ബുദ്ധദേവ് ഭട്ടാചാര്യ കവാടത്തിൽ മുതിർന്ന നേതാവ് ബിമൻ ബസു പതാക ഉയർത്തിയപ്പോൾ സമരങ്ങളിലൂടെ കരുത്താർജിക്കുന്ന വങ്കനാട്. മുതിർന്ന നേതാവ് ബിമൻ ബസു പതാക ഉയർത്തി. തമിഴ്നാടിന്റെ കലാ സാംസ്കാരിക മേഖലയുടെ സംഗമവേദിയായി തമുക്കം മൈതാനം. മൂന്നാമതും മധുരയിലെത്തിയ CPM പാർട്ടി കോൺഗ്രസിനെ ആവേശപൂർവ്വം വരവേറ്റ് ജനങ്ങൾ. പാർട്ടി കോൺഗ്രസിന് ആരംഭം കുറിക്കുന്ന പതാക ഉയർത്തൽ ചടങ്ങ് അക്ഷരാർത്ഥത്തിൽ തമിഴ്നാടിന്റെ കലാ സാംസ്കാരിക മേഖലയുടെ സംഗമമായി. പടപ്പാട്ടുകളും നാടോടിപ്പാട്ടുകളും നൃത്തവും ചേർന്ന് ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു പതാക ഉയർത്തൽ. തമിഴ് മണ്ണിലെ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റത്തിന് എക്കാലവും ആവേശം പകർന്ന കീഴ്വെൺമണി രക്തസാക്ഷികളുടെ സ്മൃതി കുടീരത്തിൽ നിന്ന് എത്തിച്ച രക്തപതാക കേന്ദ്ര കമ്മിറ്റി അംഗം U. വാസുകയിൽ നിന്ന് കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ AK പത്മനാഭൻ ഏറ്റുവാങ്ങി. CPIM-ന് സല്യൂട്ട്. പാർട്ടി കോൺഗ്രസ് വേദിയിലിരുന്ന പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയന് സല്യൂട്ട് നൽകുന്ന 4ാം ക്ലാസ്സുകാരൻ വെൺമണി ചെൽവം. ഉലകക്കാക്കും പടൈ. പാർട്ടി കോൺഗ്രസ് ഉദ്ഘാടന സമ്മേളന വേദിയിൽ റാപ്പ് സ്വാഗതഗാനം അവതരിപ്പിക്കുന്ന ദിനേശ്, അഭിഷ, രാജേന്ദ്ര പ്രസാദ് എന്നിവർ. ദേശാഭിമാനി എഡിറ്റോറിയൽ. വളരും ഇടതുപക്ഷ ബദൽ. സമരങ്ങളുടെയും സാംസ്കാരിക മുന്നേറ്റങ്ങളുടെയും ചരിത്രമുറങ്ങുന്ന മധുരയിൽ CPIM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസിന് തുടക്കമായി. ഇനി 5 ദിവസം സാർവദേശീയ ദേശീയ രാഷ്ട്രീയ സ്ഥിതിഗതികൾ ഇഴകേറി പരിശോധിക്കപ്പെടും. പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രമേയം, രാഷ്ട്രീയ അവലോകന റിപ്പോർട്ട്, സംഘടനാ റിപ്പോർട്ട് എന്നിവ പ്രതിനിധികൾ ചർച്ച ചെയ്യും. ദേശീയ രാഷ്ട്രീയത്തിൽ പടരുന്ന ആശങ്കയുടെ ഇരുണ്ട കാർമേഘങ്ങളെ ചെറുത്ത് കൂടുതൽ മെച്ചപ്പെട്ട ഇന്ത്യയ്ക്കായുള്ള പോരാട്ടങ്ങൾക്ക് കോൺഗ്രസ് രൂപം നൽകുമെന്ന് ഉദ്ഘാടന സമ്മേളനം തന്നെ വ്യക്തമായ സൂചന നൽകുന്നു. ഹിന്ദുത്വ നവ ഉദാര നയങ്ങൾക്കെതിരെ നിശ്ചയദാർഢ്യത്തോടെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന് സമരാങ്കണത്തിലിറങ്ങാൻ ഇന്ത്യൻ ജനതയെ ആഹ്വാനം ചെയ്താണ് മഹാസമ്മേളനത്തിന് തുടക്കമായത്. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായിരുന്ന സീതാറാം യെച്ചൂരിയുടെ സ്മരണ തുടിച്ച വേദിയിലായിരുന്നു ഉദ്ഘാടനം. ലഹരി മാഫിയകൾക്ക് ഉന്നത രാഷ്ട്രീയ ബന്ധം. MDMA കുക്കിംഗ് ലാബുകൾ കർണാടകത്തിലും നോയിഡയിലും. ആളക്കൊല്ലി സിന്തറ്റിക് ലഹരി. MDMA-യിൽ അജിനോമോട്ടയും. മോദിക്ക് ഓർമ്മയുണ്ടോ
വാജ്പേയിയുടെ ധർമ്മോപദേശം നോക്കൂ. നരോധ്യ പാട്യ കൂട്ടക്കൊലയിൽ ശിക്ഷിക്കപ്പെട്ട ബാബു ബജ്രംഗി, LK അദ്വാനി, നരേന്ദ്രമോദി, അമിത് ഷാ എന്നിവർക്കൊപ്പം വംശഹത്യയ്ക്ക് ശേഷം മോദിയെ ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ വാജ്പേയി തീരുമാനിച്ചിരുന്നു. അന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന LK അദ്വാനി ഇടപെട്ടാണ് വാജ്പേയിയുടെ നീക്കം തടഞ്ഞത്. എനിക്ക് മുഖ്യമന്ത്രിക്ക് നൽകാനുള്ള ഏക ഉപദേശം ഇതാണ്: താങ്കൾ രാജധർമ്മം പാലിക്കണം. രാജധർമ്മം, ആ വാക്കിന് വലിയ അർത്ഥങ്ങളുണ്ട്. രാജാവായാലും ഭരണാധികാരിയായാലും പ്രജകൾ തമ്മിൽ ഭേദം കാണിക്കരുത്. ജന്മത്തിൻ്റെയോ ജാതിയുടെയോ വർഗത്തിൻ്റെയോ മതത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ഭേദഭാവങ്ങൾ കാണിക്കരുത്. 2002-ൽ പ്രധാനമന്ത്രിയായിരുന്ന AB വാജ്പേയി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ കൈയകലത്തിരുത്തി നൽകിയ ഉപദേശമായിരുന്നു ഇത്. ഗുജറാത്ത് വംശഹത്യയെ തുടർന്നുള്ള സാഹചര്യം വിലയിരുത്തിയ ശേഷം അഹമ്മദാബാദിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒടുവിലാണ് മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് നൽകാനുള്ള ഉപദേശം എന്താണെന്ന് ചോദിച്ചത്. ഒന്നാലോചിച്ച ശേഷം വാജ്പേയി നൽകിയ ഉപദേശം കേട്ടതോടെ മോദിയുടെ ഭാവം മാറി. വാജ്പേയിയോട് ചേർന്ന് ഞാൻ അതുതന്നെയാണ് ചെയ്തതെന്ന് അദ്ദേഹം മന്ത്രിച്ചു. ഗാസയിൽ കരയാക്രമണം വ്യാപിപ്പിച്ച് ഇസ്രയേൽ, കൊന്നൊടുക്കി ശുദ്ധീകരണം. ഗാസയ്ക്ക് കുറുകെ സുരക്ഷാ ഇടനാഴി സ്ഥാപിക്കുമെന്ന് ഇസ്രയേൽ. അഖിലേന്ത്യാ പൊതു പണിമുടക്കിന് പൂർണ്ണ പിന്തുണ. കോടിയേരി നഗർ, മധുരൈ. രാജ്യത്ത് നിലനിന്ന 29 തൊഴിൽ നിയമം റദ്ദാക്കി മോദി സർക്കാർ കൊണ്ടുവന്ന 4 കോഡുകൾക്കെതിരെ മെയ് 20-ന് നടക്കുന്ന അഖിലേന്ത്യാ പൊതു പണിമുടക്കിന് CPIM 24-ാം പാർട്ടി കോൺഗ്രസ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. കാലാവസ്ഥാ വ്യതിയാനം, കേരള തീരത്തെ മത്തി കുഞ്ഞനായി. കേരള തീരത്ത് നിന്ന് വലിയ മത്തി അപ്രത്യക്ഷമായതായി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ. 15 സെന്റിമീറ്ററിലേറെ വലിപ്പമുള്ള മത്തി ഇല്ലാതായി. ഇത് മത്സ്യത്തൊഴിലാളികളുടെ വരുമാനത്തെയും പ്രതികൂലമായി ബാധിച്ചു.